അമ്മാവൻ അറിഞ്ഞോ? അറിഞ്ഞു. എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ കുട്ടിമാമ എന്നെ വിളിച്ചോ? നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. ചേട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ചു പറയടാ. എല്ലാവരും ആയുധങ്ങൾ കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? തെളിവ് കാണിച്ചു പറയടാ. ആർക്കാണ് അത്ര നട്ടലിനുറപ്പ്? എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ ഇറ്റ് വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. എന്നെ വിലയിരുത്താൻ താൻ ആരടോ? എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. അയ്യോ മഹാഭാവി, അവനങ്ങനെ പറഞ്ഞോ? സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ലല്ലേ? എവിടെ ചെന്നാലും കച്ചറ, കച്ചറാണ് ഞാനും കച്ചറ. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ് ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ ഇന്നിവിടെ ഒരു ശുദ്ധി കലശം നടത്തും. എടാ പറയുമ്പോ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ? അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം. അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷേ, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ്? പൈസ വാങ്ങിച്ചത് അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അസൂയ പിടിച്ച തെണ്ടി. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? എന്നെ അദ്ദേഹം ഭാർഗു എന്നാണ് വിളിച്ചിരുന്നത്. അതൊന്നും മൂപ്പർക്ക് ഇപ്പൊ ഓർമ്മയുണ്ടാവില്ല. ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. കൊച്ചനാ, ഒന്നും അറിയാൻ പാടില്ലാത്ത ചള്ളു ചെക്കൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ആണോ? മൈ ഗോഡ്. ഗുളിപ്പിടറാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge you, I dare you, I double dare you. See man, actually where is some the other നിന്റെ 1 ലക്ഷം ഉലുവയാ. മനസ്സിലായടാ? നീ മറ്റേ GT വാങ്ങിച്ച് അച്ഛന്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ? അതുകൊണ്ടല്ല അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാന മൈ ധ്യാൻ. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. എന്നെ പോലെ ഒരു കോടീശ്വരൻ ഈ ലോകത്ത് ഒരു വേലയില്ലേ? അത്രയ്ക്ക് അതപ്പശമാണ് നിന്റെ 1 ലക്ഷം. പോടാ. ഉപ്പിട്ടൊരു സർവത്തും 2 ഇളം പോകുമ്പോഴോ കിട്ടുമോ? എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു ഊമ്പ. തൽക്കാലം ഇത്രയും മതി. ബാക്കി 3 ഞാൻ നിന്നെ ഇടക്കിടക്ക് വിളിച്ചോളാം.